പ്രിയദർശൻ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ നടിയാണ് ജ്യോതിക. പിന്നീട് തമിഴിലെത്തിയ നടി പൂവെല്ലാം കെട്ടുപ്പാർ എന്ന ചിത്രത്തിലൂടെ സൂര്യയുടെ നായികയെ. എല്ലാ നായിക നടിമാരെയും പോലെ ജ്യോതികയും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരുന്നു. എന്നാൽ സൂര്യ തന്നെ എല്ലാവിധ പിന്തുണയും നൽകി ജ്യോതികയെ തിരികെ അഭിനയത്തിലേക്ക് കൊണ്ടുവന്നു. സൂര്യയെക്കുറിച്ച് എല്ലാ വേദികളിലും ജ്യോതിക വാചാലയാകാറുണ്ട്. ശേഷം ഒട്ടനവധി സിനിമകളാണ് ജ്യോതിക സിനിമാ ആസ്വാദകർക്ക് സമ്മാനിച്ചത്. തമിഴിന് പുറമെ മലയാളത്തിലും ഏറെ ആരാധകരുള്ള താരത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനം ഉയരുകയാണ് ഇപ്പോൾ. 69ാമത് ഫിലിം ഫെയർ അവാർഡ് വേളയിൽ ജ്യോതിക എത്തിയിരുന്നു. മലയാള ചിത്രമായ കാതലിന്റെ കോറിലെ അഭിനയത്തിന് മികച്ച നടിയായി ജ്യോതികയെ തിരഞ്ഞെടുത്തിരുന്നു. ഈ അവാർഡ് നിശയിൽ പങ്കെടുക്കാനെത്തിയ ജ്യോതികയുടെ ഔട്ട്ഫിറ്റാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഗ്ലാമറസ് ലുക്കിൽ ഡീപ് നെക്കിലാണ് ജ്യോതിക പരിപാടിക്ക് എത്തിയത്. ഇതിനൊപ്പം ഹെവി നെക്ക് പീസും മറ്റു ജ്വല്ലറികളും നടി ധരിച്ചിരുന്നു. ഇതിന്റെ ഫോട്ടോകൾ പുറത്തു വന്നതിന് പിന്നാലെ അവാർഡ് പ്രശംസയേക്കാൾ വിമർശനങ്ങളും ട്രോളുകളുമാണ് ഉയരുന്നത്. സൂര്യ സമ്മതിച്ചിട്ടാണോ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. ജ്യോതികയിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. അതേസമയം ജ്യോതികയുടെ ഫാഷൻ സെൻസിനെ പ്രശംസിക്കുന്നവരുമുണ്ട്. ഈ പ്രായത്തിലും സൗന്ദര്യവും ഫിറ്റ്നസും കാത്തു സൂക്ഷിക്കുന്ന മറ്റൊരു നടി ഇല്ലെന്നും ഇവർ പറയുന്നു. പൊതുവെ പുരസ്കാര വേദികളിൽ ജ്യോതികയ്ക്കൊപ്പം സൂര്യയും ഉണ്ടാവുന്നതാണ്. ഈ ചടങ്ങിൽ സൂര്യയെ കാണാത്തതിനാൽ നടനെ അന്വേഷിച്ച് ചിലർ കമന്റിൽ എത്തുന്നുമുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി സൂര്യയും ജ്യോതികയും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു. രണ്ടാം വരവിൽ ഉഗ്രമായ പ്രകടനമാണ് ജ്യോതിക കാഴ്ചവെക്കുന്നത്. തമിഴിൽ മാത്രമല്ല മലയാളത്തിലും ബോളിവുഡിലും എല്ലാം ജ്യോതിക സജീവമാണ്. കൂടാതെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ജ്യോതിക വാരിക്കൂട്ടുന്നുമുണ്ട്. ജിയോ ബേബിയുടെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ് കാതൽ. മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രം ഏറെ പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിയിരുന്നു. ഇതുപോലെ പുതിയ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.